Hi, all of you, good morning. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി MPSE 007 കോഴ്സ് കോഡിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. യൂണിറ്റ് 11 റീജിയണൽ മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള ഭാഗമുണ്ട്. അപ്പോൾ നമുക്കിന്ന് റീജിയണൽ മൂവ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും വിവരങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, റീജിയണൽ മൂവ്മെൻറ്റ് മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് നമുക്ക് നോക്കാം. എന്താണ് റീജിയണൽ മൂവ്മെൻറ്റ്? റീജിയണൽ മൂവ്മെൻറ്റ്, ഇറ്റ് ഈസ് ആൻ ഐഡൻറ്റിറ്റി മൂവ്മെൻറ്റ് സീക്കിംഗ് സ്പെഷ്യൽ പ്രിവിലേജസ്, പ്രൊട്ടക്ഷൻ ആൻഡ് കൺസെഷൻസ് ഫ്രം ദ സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റേറ്റിൽ നിന്നും പ്രത്യേക ആനുകൂല്യങ്ങൾ, പ്രത്യേക പരിചരണം, പ്രത്യേക പരിഗണന, അങ്ങനെ പ്രത്യേകമായ ഐഡൻറ്റിറ്റി, ഇതെല്ലാം ലഭ്യമാകുന്നതിന് വേണ്ടി നടത്തുന്ന പ്രാദേശിക തലത്തിലുള്ള ചില പ്രക്ഷോഭ പരിപാടികളെയാണ് നാം റീജിയണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ് ഫോർ റീജിയണൽ സെൽഫ് ഗവേണൻസ്. അതല്ലേ സത്യം? സ്വതന്ത്രമായിട്ട് പ്രാദേശിക തലത്തിലെ ഭരണ സംവിധാനത്തെ നയിച്ചുകൊണ്ട് പോകുവാൻ അവിടെയുള്ളവർക്ക് തന്നെ അവസരം കിട്ടുക, അതിനു വേണ്ടിയുള്ള മൂവ്മെൻറ്റാണ് റീജിയണൽ മൂവ്മെൻറ്റ്. ഇനി മറ്റൊരു വിധത്തിൽ പറഞ്ഞാലോ, in other words, it means a movement for state formation. പ്രാദേശിക തലത്തിലൊരു സ്റ്റേറ്റ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭമാണ് റീജിയണൽ മൂവ്മെൻറ്റ്. ദാറ്റ് ഈസ് എ മൂവ്മെൻറ്റ് സീക്കിംഗ് പ്ലൂറലാലിസം. അതായത് ബഹുസ്വരത എന്ന് പറയില്ലേ, വൈവിധ്യങ്ങൾ, പ്ലൂറലിസം. അപ്പോൾ എന്താ പറയുക, പ്ലൂറലിസം ആൻഡ് ഫെഡറലിസം, ഫെഡറലൈസേഷൻ എന്ന് പറയാം. ഫെഡറലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പൊളിറ്റിക്സ് ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ്സ്. അപ്പോൾ ഇതെല്ലാമാണ് ബഹുസ്വരതയിലുള്ള ജനവൈവിധ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് സ്റ്റേറ്റ് താഴെത്തട്ടിലുള്ള മറ്റു പ്രാദേശിക സർക്കാർ, മുകൾത്തട്ടിലുള്ള യൂണിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങളെ നിലവിലുള്ള രാഷ്ട്രീയ മാനങ്ങളുടെയും രാഷ്ട്രീയ പ്രക്രിയയെയും അടിസ്ഥാനത്തിൽ അതിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക. സോ there is a movement seeking pluralism and federalization of existing polity and political process. You see, there are two potential and significant causes of emergence of regional movement. Then causes. One is the inter-regional or inter-community conflict. The other is the conflict between region and the state. Inter-regional conflict is usually shaped അറൗണ്ട് ഇൻസൈഡർ ഔട്ട്സൈഡർ കോംപ്ലക്സ്. അകത്തുള്ളവരും പുറത്തുള്ളവരും തമ്മിൽ ഉള്ള ഒരു കോംപ്ലക്സ് മാനസികമായി ഡെവലപ്പ് ചെയ്താൽ, അപ്പം ഞങ്ങൾ നിങ്ങൾ എന്നുള്ള ആ ഒരു തരത്തിലേക്ക് ഒരു കോംപ്ലക്സ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻ്റർ റീജിയണൽ ലെവലിലെ അതൊരു കോൺഫ്ലിക്റ്റിനിടയാക്കാം. സോ ദ കോംപ്ലക്റ്റ് ദാറ്റ് നർച്ചേഴ്സ് നേറ്റിവിസം ആൻഡ് സൺ ഓഫ് ദ സോയിൽ ഐഡിയോളജി. നേറ്റിവിസം, സ്വന്തം നാടിനെ കുറിച്ചുള്ള, ദെൻ സൺ ഓഫ് ദ സോയിൽ ഐഡിയോളജി. അപ്പോൾ അങ്ങനെ വളർത്തുപുത്രനെന്നോ ഇവിടെ വന്നിട്ടുള്ള ആളെന്നോ അങ്ങനെയുള്ള ആശയം. അപ്പോൾ പുറത്തു നിന്നും വന്നവരും അകത്തുള്ളവരും തമ്മിലുള്ള ഐഡിയോളജിയിലുള്ള വ്യത്യാസം. സോ ദിസ് ഇസ് ഇൻ അതർ വേർഡ്സ് മീൻസ് എ നാച്ചുറൽ ക്ലെയിം ഓഫ് ദ ഇൻസൈഡർ ഫോർ ബെറ്റർ ആൻഡ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ബൈ ദ സ്റ്റേറ്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് പുറത്തു നിന്നും അകത്ത് വന്നിട്ടുള്ളവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. ദാറ്റ് ഈസ് പർട്ടിക്കുലർലി ഇൻ ടേംസ് ഓഫ് റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇൻ ടേംസ് ഓഫ് റിസർവേഷൻ ഓഫ് ജോബ്സ് ഫോർ ദ ലോക്കൽസ്. എല്ലാമായിരിക്കും അവർ ഉദ്ദേശിക്കുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം വി റിയലൈസ് ദ ഫാക്ട് ദാറ്റ് ഇന്ത്യ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് റീജിയൻസ് വിത്ത് ഡൈവേഴ്സ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോമ്പോസിഷൻസ് ആൻഡ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എക്കോണമി ആൻഡ് infrastructure. It has been facing regional movements, and these regional movements since became independent. So the reorganization of the state in India in 1956 that did not solve problems related to the regional disparities. Even after the formation of particular state, a region or more within a state started regional movements for autonomy, independence, or even secession from the Union of India. So this is why that are the reasons behind the regional movement. അതായത് ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യമുള്ള നാടാണ്, ബഹുസ്വരതയുണ്ട്, പ്ലൂറലിസം, പ്രാദേശികമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, സാമൂഹികവും സാംസ്കാരികവുമായിട്ട് വൈവിധ്യമാർന്ന ഒരു ഘടനയാണുള്ളത്.
വികസനത്തിൻ്റെ ആ ഒരു തലം പരിശോധിച്ചാൽ പ്രദേശങ്ങളെ തമ്മിൽ നോക്കിയാലും പല തലങ്ങളിലും പല തരത്തിലുള്ള വികസന മാതൃകകളാണ്, അടിസ്ഥാന സൗകര്യങ്ങൾ ഓരോയിടത്തും ഓരോ തലങ്ങളിലാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളുണ്ട്, വൈജാത്യങ്ങളുണ്ട് വികസന മാതൃകയിൽ തന്നെ. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്, ഇന്ത്യയിലെ സ്റ്റേറ്റ് എല്ലാം ഓർഗനൈസ് ചെയ്തത് 56-ലാണെങ്കിലും ആ 56-ൽ സംസ്ഥാനങ്ങളുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടന്നിട്ടും റീജിയണൽ ഡിസ്പാരിറ്റീസ് എന്നുള്ള പ്രശ്നം പരിഹരിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു even day after formation of a particular state, a region more within a state start a regional movement. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് തുടങ്ങിയത്? റീജിയണൽ മൂവ്മെൻറ്റ് തുടങ്ങുന്നത് എന്താണ്? കാരണം ഒരു പ്രത്യേക സ്റ്റേറ്റ് രൂപീകരിക്കണം എന്നുള്ള ആവശ്യവും ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള പ്രദേശങ്ങളിൽ ഓട്ടോണമി ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടൽ യൂണിയൻ ഗവൺമെൻറ് ഇടപെടരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഇങ്ങനെയുള്ള പല തലങ്ങളിലും പല ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റീജിയണൽ മൂവ്മെൻറ്റിന് രൂപം കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻസൈഡർ ഔട്ട്സൈഡർ കോംപ്ലക്സിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അതൊരു കോംപ്ലക്സ്, അതിവിടെ നേറ്റിവിസവും സൺ ഓഫ് ദ സോയിൽ ഐഡിയോളജിയും തമ്മിലുണ്ടാകുന്ന കോംപ്ലക്സാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ വരുമ്പോഴേക്കും ഒരു നാച്ചുറൽ ക്ലെയിം ഇവിടെ ഉള്ളവർ ആവശ്യപ്പെടുന്നത് എന്താണ്? ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നവരാണെന്ന രീതിയിൽ ഞങ്ങളോടും ബെറ്റർ ആയിട്ടുള്ള പരിഗണന, പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റേറ്റിൻ്റെ ഭാഗത്തുണ്ടാവണം. പ്രത്യേകിച്ചും റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷനിലും ജോബ് റിസർവേഷനിലും ഒക്കെ ഞങ്ങൾക്കും ഇവിടെയുള്ളവരെന്ന രീതിയിൽ ഞങ്ങൾക്കും കിട്ടണമെന്ന രീതിയിൽ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് പറയുന്ന ഒരു കേസാണ് ആൻറ്റി മൈഗ്രൻ്റ് മൂവ്മെൻറ്റ് ഇൻ ആസാം. അതായത് ആസാം എന്ന സ്റ്റേറ്റ്, അവിടെ മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള കുറേ ആൾക്കാർ അവരെന്ത് ചെയ്തു? ഈ ആസാമിൽ ഒരു ആൻറ്റി മൈഗ്രൻ്റ് മൂവ്മെൻറ്റ് അവിടെ ഉണ്ടായി. അതുപോലെ ട്രൈബൽ നോൺ ട്രൈബൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഇവയെല്ലാം തന്നെ എന്ത് ഇഷ്യൂ ഡൊമിസൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? ജാർഖണ്ഡിലാണ് ഈ ട്രൈബൽ മൂവ്മെൻ്റ് ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്തെന്നാൽ സം ഓഫ് ദി ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾസ് ഓഫ് സൺ ഓഫ് സോയിൽ ഐഡിയോളജി. അതായത് ഒരു നാട്ടിൽ നിന്നും പലായനം ചെയ്തു മറ്റൊരു നാട്ടിലേക്ക് വന്നു, അവിടെ തന്നെ സ്ഥിരതാമസമാക്കുമ്പോഴേക്കും അവർക്കും അവരുടെ ഐഡൻറ്റിറ്റി ഇവിടെയുള്ള സ്റ്റേറ്റ് നൽകണം, അവരെയും പരിഗണിക്കണം എന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങളായിരിക്കും. ഓക്കെ, so regional pride is extended further in the event of border dispute and sharing of river water. In such a situation, extent and meaning the region and regional movement expand to take the form of state regionalism. അത് ചിലപ്പോൾ റീജിയണൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് ഇൻ്റർ റീജിയണൽ കോൺഫ്ലിക്റ്റും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. അത് പ്രാദേശിക തലത്തിൽ അതാത് സ്റ്റേറ്റിൻ്റെ ഒരു അഭിമാനഭാജകം എന്ന രീതിയിൽ അവരുടെ കൾച്ചറിൻ്റെ റൂട്ട് ഏതുവഴിക്കാണോ പോയിരിക്കുന്നത്, ലാംഗ്വേജും ട്രഡീഷനും അവയെല്ലാം അവർക്ക് തിരിച്ചു പിടിച്ച് നിലനിർത്തണമെന്നുണ്ടാവും. അപ്പോൾ റീജിയണൽ പ്രൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന മറ്റൊരു ഇവൻ്റ് തർക്ക വിഷയമായിട്ടുള്ള ഒരു ബോർഡർ ഡിസ്പ്യൂട്ട്, അത് ഷെയറിങ്, റിവർ വാട്ടർ ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളുടെ തമിഴ്നാടും നമ്മുടെ കേരളവും എടുക്കുക. അവിടെ മുല്ലപ്പെരിയാർ എന്നുള്ളത് നമ്മൾ പറയും നമ്മളുടെ അതിർത്തിക്കുള്ളിലാണെന്ന്, തമിഴ്നാട് പറയും അവരുടെ അതിർത്തിക്കുള്ളിലാണ്. പിന്നെ രണ്ട് കൂട്ടരും തമ്മിൽ അഭിമാനപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും വാദഗതി ഉന്നയിച്ച് അത് അവർക്ക് വിട്ടുകൊടുക്കാനെന്ന് അവരാവശ്യപ്പെടും. നമ്മളുടേതാണ്, അതുകൊണ്ട് മുഴുവനും റിവർ വാട്ടർ കംപ്ലീറ്റായിട്ട് അവർക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ല, ഞങ്ങളുടെയും കൂടി അവകാശമുള്ളതാണ്. അപ്പോൾ ഇത് അഭിമാനത്തിൻ്റെ പ്രശ്നമായി വരും. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ റീജിയൻ എന്നുള്ള ആ വേർഡിൻ്റെ മീനിങ്, റീജിയണൽ മൂവ്മെൻറ്റ്, അതെല്ലാം തന്നെ സ്റ്റേറ്റ് റീജിയണാലിസത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുവാൻ ഇടയാവുന്നതാണ്. ഓക്കെ, so regional pride is extended further in the event of border dispute and sharing the river water. In such a situation, extent and meaning of region and regional movement expand to take the form of state regionalism. This is very much evident from recent conflict between Karnataka and Tamil Nadu over sharing Kaveri water, or broader dispute between Maharashtra and Karnataka, or on the most recent conflict between Biharis and Assamese over the competitive examination for central services, or the Mumbaikar call of the Shiv Sena restricting and preventing non-Marathis from occupying important positions in the business, economy and polity of Maharashtra.
അപ്പോൾ ഇങ്ങനെ ഇൻ്റർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻ്റർ റീജിയണൽ കോൺഫ്ലിക്റ്റ് അവിടെ വന്ന് താമസിക്കുന്നവർക്ക് ഒരു പരിഗണനയും ഒരു തലത്തിലും കൊടുക്കില്ല. അത് അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള റിസർവേഷൻ കൊടുക്കുന്നതിനോ ഇതിനൊന്നും തന്നെ അവിടെയുള്ള സ്റ്റേറ്റ് സമ്മതിക്കില്ല എന്നുള്ള തരത്തിൽ വരുമ്പോഴേക്കും അവിടെ വന്നു ചേർന്നിട്ടുള്ളവരും അവിടെയുള്ളവരും തമ്മിൽ വലിയ വലിയ ക്ലാഷ് ഉണ്ടാകും. ഇതാണ് റീജിയണൽ മൂവ്മെൻറ്റിലേക്ക് നയിക്കുവാനായിട്ട് ഇടയാവുക. Then also it is probably the reason that some scholars consider regional movements as consequence of developmental tension between society and politics. റീജിയണൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നത് ഡെവലപ്മെൻറ്റൽ ടെൻഷൻസിനെ ബേസ് ചെയ്താണ്. അതായത് സൊസൈറ്റിയും പൊളിറ്റിക്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ സൊസൈറ്റിക്ക് അനുകൂലമല്ലാതെ വരുമ്പോഴേക്കും പൊളിറ്റിക്സും സൊസൈറ്റിയും തമ്മിൽ ക്ലാസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ക്ലാഷ് വരുമ്പോഴേക്കും ആ ഒരു ക്ലാഷിനെ റീജിയണൽ മൂവ്മെൻറ്റിലൂടെ തീർച്ചയായിട്ടും അതൊരു ടെൻഷൻ്റെ ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. So on the other hand, regional state conflict usually take place in institutional structure of the state. റീജിയണൽ കോൺഫ്ലിക്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറിൻ്റെ രൂപത്തിലും ഉടലെടുക്കാം. കാരണം എന്തെന്നാൽ where in a region questions the distributive policy of the state as discriminatory, exploitative and unfavorable to the overall well-being of the concerned regional community. It is from this perceived sense of deprivation, neglect and internal colonialism that the people of particular region organize themselves into movement seeking in most of the cases separation from the existing state. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു വിഭാഗം ആൾക്കാർക്ക് അവർക്ക് കിട്ടേണ്ടതായതൊന്നും തന്നെ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല. അവരെ വിവേചനപൂർവ്വം പെരുമാറുന്നു, അവരെ ചൂഷണം ചെയ്യുന്നു, അനാവശ്യമായ രീതിയിൽ അവർക്ക് അനുകൂലമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു പോരുന്നത് എന്നുള്ള ആ ഒരു റീജിയണൽ കമ്മ്യൂണിറ്റിയുടേതായ അവരുടേതായ പ്രതിഷേധവും അപ്പോൾ അവരോടുള്ള നിഷേധവും ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് അവരെന്ത് ചെയ്യപ്പെടുന്നത്, അവർ തഴയപ്പെടുന്നു, അവരെ അവഗണിക്കുന്നു, ഇൻറ്റേർണലായിട്ട് ഉള്ളിൽ തന്നെ കൊളോണിയലിസം നിലനിൽക്കുന്നു. അപ്പോൾ ആ ഒരു പ്രത്യേക വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ജനങ്ങളെല്ലാം കൂടി ഓർഗനൈസ് ചെയ്ത് അവർ സ്വയം ഒരു പ്രക്ഷോഭത്തിൻ്റെ വഴിയിലേക്ക് വരികയും അതുപോലെ തന്നെ അവർ പറയുന്നത് എന്താണ്, നിലവിലുള്ള സ്റ്റേറ്റിൻ്റെ ഒരു പരിഗണന ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞങ്ങളെ വേറെ ആക്കിയേക്കുക, ഞങ്ങളെ നിങ്ങളിൽ നിന്നും വേറെ ആക്കി തരിക എന്ന രീതിയിലുള്ള ആവശ്യങ്ങൾ അവിടെ ഉയർന്നു വരാം. അപ്പോഴാണ് ഈ റീജിയണൽ മൂവ്മെൻറ്റ് ഉണ്ടാകുവാനുള്ള സാധ്യത. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ പോയിന്റ് ദാറ്റ് ഇറ്റ് ഈസ് ഫ്രം ദിസ് പെർസീവ്ഡ് സെൻസ് ഓഫ് ഡിപ്രൈവേഷൻ, ദറ്റ് ഈസ് ദ ഡിസ്ക്രിമിനേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, ദെൻ ആൾസോ അൺഫേവറബിൾ ടു ദി ഓവറോൾ വെൽബീയിങ് ഓഫ് ദി കൺസേൺഡ് റീജിയണൽ കമ്മ്യൂണിറ്റി ആൻഡ് നെഗ്ലക്ഷൻ, ദെൻ ഇന്റേണൽ കൊളോണിയലിസം, all these are. So thereby the people of particular region organize themselves into the movement seeking in most of the cases separation from the existing state or in select instances settling with some autonomy arrangements within the same state. Here it may be contextually mentioned that in the federal plural process of nation and state building, it is the high degree of democratization and competitive political mobilization which generally transform a territorially concentrated socio-cultural group into a self-conscious political community. അപ്പോൾ നമ്മളുടെ സൊസൈറ്റിയുടെ പ്രത്യേകത, അതിൻ്റെ ഒരു പ്രത്യേകത ഫെഡറൽ പ്ലൂറൽ പ്രോസസ് ഓഫ് നേഷൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായി സൊസൈറ്റി എന്ന് പറയുന്നത് അവിടെ വൈവിധ്യമുള്ള ജനവിഭാഗമാണ്. സ്റ്റേറ്റും യൂണിയൻ ഗവൺമെൻറ്റും തമ്മിൽ ഫെഡറൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഇൻ്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫെഡറൽ സ്ട്രക്ചറാണ്. സൊസൈറ്റി എന്ന് പറയുമ്പോഴേക്കും ഒരു പ്ലൂറലായിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളതാണ്. മാത്രമല്ല നിലവിലുള്ള സൊസൈറ്റി നാം ആഗ്രഹിച്ചു പോരുന്നതും നിലവിൽ പ്രാവർത്തികമാകുന്നതും ഡെമോക്രാറ്റൈസേഷനാണ്. അതിനിടയിൽ എന്തുകൊണ്ട് കോമ്പറ്റേറ്റീവ് പൊളിറ്റിക്കൽ മൊബിലൈസേഷനുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂടി ചേരുമ്പോഴേക്കും പൊതുവേ ആ ഒരു പ്രാദേശിക തലത്തിലെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ അവർ തന്നെ സ്വയം ബോധവാന്മാരാവുകയും പ്രാദേശികപരമായി അവർക്ക് ഒരുമിക്കണമെന്നുള്ളതും അവർക്ക് രാഷ്ട്രീയ തലത്തിൽ അവരുടേതായ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കണമെന്നുള്ളതും അതുപോലെ ഈ പ്രദേശത്തെ ഡൊമിനൻ്റായി നിൽക്കുന്ന
മറ്റ് ഏതെങ്കിലും റീജിയണൽ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇവർ തയ്യാറെടുത്ത് മുന്നോട്ട് വരികയും ചെയ്യുന്നു. അതിനുവേണ്ടിയുള്ള പോളിസീസ്, അതേപോലെ തന്നെ അവരുടെ ഐഡൻറ്റിറ്റിയെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഇഷ്യൂസായിട്ട് ഡെവലപ്മെൻറ്റൽ നീഡ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു കമ്മ്യൂണിറ്റി തന്നെ രൂപപ്പെടുത്തി അവരൊരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയുടെ ബേസിൽ അവരൊരുമിക്കുകയും ആ പ്രദേശതലത്തിൽ നിന്നുകൊണ്ട് അവർ വ്യാപകമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ മുന്നോട്ട് വരികയും ചെയ്യുമ്പോഴാണ് റീജിയണൽ മൂവ്മെൻറ്റ് വരിക എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. സോ ദ പോയിൻ്റ് ഈസ് ദാറ്റ് ഹിയർ some people in a regional base, they are questioning the hegemony of dominant group in the state apparatus and policies, particularly those affecting its identity structure and developmental needs. Viewed in this perspective, regional movement appears to be non-centralist and self-determining and defining ideology of protest against hegemony of state power and dominant regional group. Okay. അവൾ റീജിയണൽ മൂവ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തു. എന്താണത്? ആസ് എ മൂവ്മെൻറ്റ് ഫോർ ഓട്ടോണമി ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് ഓട്ടോണമി ഓഫ് ഡെവലപ്മെൻറ്റ്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് മേ ബി അക്കോമഡേറ്റീവ്, പ്രൊട്ടക്ഷനിസ്റ്റ്, വെൽഫെയറിസ്റ്റ്, ഓട്ടോണമിസ്റ്റ്, സെപ്പറേറ്റിസ്റ്റ് ആൻഡ് സെസഷനിസ്റ്റ്. സെസഷൻ എന്ന് പറയും, സെസഷനിസ്റ്റ്. ഓക്കെ. അപ്പോൾ ഈ സെസഷനിസം എന്ന് പറയുന്നത് നമ്മൾ നോക്കി എന്താണ് റീജിയണൽ മൂവ്മെൻറ്റ്, അതിൻ്റെ പ്രധാനമായിട്ടും റീജിയണൽ മൂവ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, എന്തിനു വേണ്ടിയിട്ടാണ് അത്? അവർക്ക് ആ പ്രദേശത്തുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടേതായ ഐഡൻറ്റിറ്റി അവർക്ക് കിട്ടണം. അവർ വന്ന് താമസിച്ചതാണ്, പുറത്തുനിന്നും വന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ പൗരന്മാരല്ല എന്ന രീതിയിൽ രണ്ടാം കിട പെരുമാറ്റം വരുമ്പോൾ ആ അത്തരത്തിലുള്ള ആൾക്കാർ ഇവിടെ ഒരുമിക്കുകയും അവർ ആ പ്രദേശത്തിന് വേണ്ടിയിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുക, അവരവിടുത്തെ സ്വയംഭരണം ആവശ്യപ്പെടുക. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അവരെ കൂടി ഉൾപ്പെടുത്തണമെന്ന രീതിയിൽ അക്കോമഡേറ്റീവ്, അതേപോലെ അവർക്ക് സംരക്ഷണം കിട്ടണമെന്ന രീതിയിൽ പ്രൊട്ടക്ഷനിസം, അതുപോലെ അവരുടേതായ ക്ഷേമം, വെൽഫെയർ. ദെൻ ഓട്ടോണമിസ് എന്ന് പറയുമ്പോഴേക്കും സ്വയം അവർക്ക് മുന്നോട്ട് ഭരണകാര്യങ്ങൾ ഇടപെടുവാനുള്ള, പിന്നെ മറ്റു വിപുലമായി നിൽക്കുന്ന ഭരണ സംവിധാനത്തിൽ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സെപ്പറേറ്റിസ്റ്റ്, അതുപോലെ തന്നെ അനാവശ്യമായ തോതിൽ അവരുടെ കാര്യത്തിൽ യൂണിയൻ ഗവൺമെൻറ് ഇടപെടൽ ഉണ്ടാവാതിരിക്കണം, സെസഷനിസ്റ്റ്, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പെരുമാറുക എന്നുള്ളതാണ് ഓട്ടോണമസ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഓട്ടോണമസ് ഒരു റീജിയണൽ മൂവ്മെൻറ്റ് ഇവർ കൊണ്ടുവരിക എന്ന് പറയുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യമാണ് റീജിയണൽ മൂവ്മെൻറ്റ്. സോ വൺസ് ദെയർ ജെനുവിൻ ഗ്രീവൻസസ് ആർ റിഡ്രസ്ഡ്, ദേ സെറ്റിൽ ഡൗൺ വിത്തിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണലി പ്രൊപ്പൗണ്ടഡ് ഡെമോക്രാറ്റിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ നാഷണലിസം. അപ്പോൾ ഒരിക്കലും അവരുടേതായ ഈ പ്രശ്നങ്ങളെല്ലാം ഞങ്ങളെ അക്കോമഡേറ്റ് ചെയ്യണം, ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഞങ്ങൾക്ക് വെൽഫെയർ വേണം, ഓട്ടോണമി വേണം, സെപ്പറേറ്റിസം, അതേപോലെ തന്നെ ഞങ്ങളുടെ കാര്യത്തിൽ അനാവശ്യമായി മുകളിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടാവരുത്, ഇങ്ങനെയുള്ള ആവശ്യബോധവുമായിട്ട് ഇവർ മുന്നോട്ട് അവരെ തന്നെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ദേശീയ ബോധവുമായിട്ട് റീജിയണൽ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ച് വരുമ്പോഴേക്കും അപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷണലി പ്രൊപ്പൗണ്ടഡ് ഡെമോക്രാറ്റിക് സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ആ കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുകയാണ്, പൊതുസമൂഹത്തിലേക്ക് അവർ പകർന്നു നൽകുകയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും അത് പലയിടങ്ങളിൽ അതിൻ്റേതായ റിഫ്ലക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം തമിഴ്നാടുമായി ബന്ധപ്പെട്ട് അകാലി മൂവ്മെൻറ്റ്, തമിഴ് സെപ്പറേറ്റിസം ടു അകാലി മൂവ്മെൻറ്റ്, അത് റീജിയണൽ നാഷണാലിസം ഓഫ് സിക്സാണ്. അതുപോലെ തന്നെ ഗോർഖാലാൻഡ് മൂവ്മെൻറ്റ്, ബോഡോലാൻഡ് മൂവ്മെൻറ്റ്, ഇതെല്ലാം തന്നെ നമ്മളെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്നോ, എ ക്ലോസ് സ്ക്രൂട്ടണി ഓഫ് ദെയർ ഡിമാൻഡ് would suggest that they seek a redefinition of state-society relationship in such a manner that accommodates their identity demands and take due care of their socio-economic requirements. അവിടെ ഉള്ള ഒരു ജനസമൂഹം ഒരു പ്രത്യേക വിഭാഗമായിട്ട് അവരൊരു ഭാഗത്തുണ്ടാവും സമൂഹത്തിൽ. അപ്പോൾ അവരെ പരിഗണിക്കണം, അവരെ അക്കോമഡേറ്റ് ചെയ്യണം, അവരെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇവിടുത്തെ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഞങ്ങളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന രീതിയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാമൂഹികവും സാമ്പത്തികവുമായ പ്രത്യേക പരിചരണവും ശ്രദ്ധയും അതിനു വേണ്ടിയിട്ടുള്ള പൊതു താല്പര്യ പ്രകാരമുള്ള പദ്ധതികളും ഉണ്ടാവണമെന്ന രീതിയിൽ ആവശ്യങ്ങളുണ്ടാവുകയാണ്. സോ ആൻഡ് ടു സെർവ് ദിസ് പർപ്പസ് ദേ യൂഷ്വലി അസ്പയർ for a constitutionally documented institutional space of their own where their choices are self-determined. Thus, it is the protectionist self around which politics
ഓഫ് റീജിയണൽ മൂവ്മെൻറ്റ് റിലീസ്. അപ്പോൾ സ്വയം പ്രതിരോധം അവർക്ക് തന്നെ സ്വയം പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് അവരുടേതായ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് പ്രാദേശിക തലത്തിൽ നടത്തുന്ന ചില പ്രത്യേക പ്രക്ഷോഭ പരിപാടികളും നീക്കങ്ങളൊക്കെയാണ് റീജിയണൽ മൂവ്മെൻറ്റ് എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് സംതിങ് about regional movement. Then what about regional movement? Then what about its significance? All these are pointed out in this area. So you can also watch this video by elaborating the points too. Okay, thank you for watching. തീർച്ചയായിട്ടും തുടർന്നും വീഡിയോസ് കാണുക. ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോഴ്സ് കോഡിലുള്ളവർക്ക് MPSE 007 കോഴ്സ് കോഡിലുള്ളവരെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ ഒരു വീഡിയോ സെഷൻ. തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ. അതേപോലെ തന്നെ ക്ലാസ്സിനെ കമൻറ്റ് ചെയ്യുവാനും കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് വാച്ച് അഗെയിൻ ആൻഡ് അഗെയിൻ. താങ്ക് യു.